സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഡൽഹിയിലെ മാധ്യമ സുഹൃത്തുക്കളെ ആദ്യമായി കാണുകയാണ്. എല്ലാവരോടും ഞാൻ എല്ലാ കാര്യത്തിനും നന്ദി പറയുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും വളരെ സൃഷ്ടിപരമായി നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിനൊരു മാറ്റമുണ്ടാകാൻ നിങ്ങളെല്ലാവരുടെയും സഹായം ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെയും ബഹുമാന്യയായ ധനകാര്യമന്ത്രിയും സന്ദർശിച്ചു. വളരെ വിശദമായ കൂടിക്കാഴ്ചയാണ് നടന്നത്. നമ്മൾ കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മുടെ മുൻഗണനകളെക്കുറിച്ചും അവരോട് സൂചിപ്പിച്ചു. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. നമുക്കറിയാം, കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ ഫസ്റ്റ് വീക്കിൽ അത് പുറപ്പെടുവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. കുറേ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടെ പരിശോധിച്ച് ആ സാമ്പത്തികമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കൂടി ചെയ്തു പറയും. പ്രോജക്റ്റുകളുടെ വിശദാംശങ്ങൾ പിന്നീട് നമ്മൾ ബജറ്റിലെല്ലാം പ്രൊവിഷനെല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAIക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പരിധിയിൽ നമുക്ക് 3.5% ഉള്ളത് GSDPയുടെ. അതിൽ 0.5% കണ്ടീഷനിലാണ്. അതായത് പവർ സെക്ടറിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പണം എടുക്കണമെന്നാണ്. അപ്പം ശരിക്കും 3% ഉള്ളൂ. ആ 3%-ൽ കിഫ്ബിയും പെൻഷൻ ഫണ്ടും വരുത്തിയ ബാധ്യതകൾ കൂടി ഈ കടമെടുപ്പിൻ്റെ പരിധി, കടം വളരെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ വിശദാംശങ്ങൾ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയതിന് ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെൻറ്റിനെ ധരിപ്പിക്കും. അപ്പോൾ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. വിവിധ വകുപ്പുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിൻ്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിലൊരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ശ്രമവുമായി നമ്മൾ മുന്നോട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.